മമ്മൂട്ടിയോ വേറെ ആരുമല്ല, നമ്മളെ കൊളീഗ്സിനെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് രാഹുൽ സാർ ഫസ്റ്റ്. കേറ് सर. कौन है सर? राहुल केर सर. वो वर्कशॉप में गया सर. अच्छा बोलो. दाऊद, राहुल सर कॉल कर रहे, आएगा? क्या हुआ दाऊद? खतरना यार सर, बहुत रिपोर्ट बनाया, थक गया सर, थक गया, बहुत थक गया. तो रिपोर्ट करने के बाद सर ये रिपोर्ट कभी चाहिए. आज जाइए, तो कस्टमर कॉल कर रहे हैं, भेजो जल्दी. हाँ सर भेजिएगा सर, भेजिएगा. സോ അടുത്ത നമ്മുടെ ഭാര്യവായി കണ്ണൻ മുത്തുസ്വാമിയായിട്ട് ഒരു കോൺവെർസേഷനാണ്. സോ ഭാര്യവായിക്ക് ഒരു കോൾ വരുന്നു കണ്ണൻ മുത്തുസ്വാമി. അല്ല, ഭാര്യവായി വിളിക്കുവാണ്. ഹലോ കണ്ണനല്ലേ? ഭാര്യ നാല് പൃഥ്വിരാജ് ഉണ്ണിമൂന്തൻ ലെമൺ ടീ ഒക്കെ ചോദിക്കുന്നത് കേട്ട് നിങ്ങൾ എന്ത് മനുഷ്യൻ സംസാരിക്കുന്നത്? കണ്ണനല്ലേ? ഭാര്യ என்கிட்ட A to Z சாமான் இருக்கு, நீங்கள் ஒன்றும் கவலைப்பட வேண்டாம், அதெல்லாம் எனக்கு தெரியும். സിലിണ്ടറെല്ലാം എത്തിച്ചോ? സിലിണ്ടറൊക്കെ എത്തി. 16 ആരുടെ 16 16 സിലിണ്ടർ എത്തി. ഇനി 24 കൂടെ വരണം. അത് ഞാൻ അയക്കാം. ഞാൻ സാർ പെട്ടെന്ന്. ഓക്കെ. അടുത്തത് വെങ്കിട്ട് സാറിൻ്റെ ഒരു കോളാണ്. വെങ്കിട്ട് സാർ എന്നെ വിളിക്കുന്നത്. ഹലോ 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 सर. हेलो इधर है? अच्छा सर इधर ही है सर. अच्छा मैं मेरे को मालूम है, ये मत बताओ वो रिपोर्ट के बारे में क्या हुआ. सर रिपोर्ट भेजेगा सर? अच्छा अभी भेजेगा सर? भेजेगा सर. वो 300 रिपोर्ट का ऊपर है. अच्छा अली भाई को बोलो कस्टमर पूछ रहे हैं, थोड़ा जल्दी भेजो सर. ओके सर भेजेगा. നെക്സ്റ്റ് നമ്മുടെ ജോസഫേട്ടനാണ്. ജോസഫേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരു GMRന്റെ കാര്യം അന്വേഷിക്കാൻ ചെല്ലുകയാണ്. ജോസഫേട്ട, ഞാൻ ഇന്നലെ ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ഇമെയിൽ? അയച്ചു ചേട്ടാ. ഞാനിന്നലെ 5:30 ഇമെയിൽ അയച്ച്. 5:30 നമ്മളത് പോലും. പിന്നെ ആരോ ഇമെയിൽ നോക്കണം ചേട്ടാ. ഇന്നൊന്ന് ആ സാധനം എനിക്ക് കാലിബ്രേഷൻ ചെയ്യാനുണ്ട്. ഞാൻ നോക്കട്ടെ, 10-300 ഇമെയിലുണ്ട് നോക്കാൻ. അതൊക്കെ നോക്കി വരുമ്പോൾ സമയം എടുക്കും. എന്താ സാധനം? പ്രഷർ ട്രാൻസ്ഫ്യൂസർ. അതെന്ത് സാധനമാണ് അത്? പ്രഷർ ട്രാൻസ്ഫ്യൂസർ. നീ അതിൻ്റെ മോഡൽ നമ്പർ സീരിയൽ നമ്പർ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇമെയിൽ ഇട്ടിട്ടുണ്ട്. അവിടെ ഈ പേപ്പറിൽ തന്നിട്ടുണ്ട്. പേപ്പർ വാച്ച് ചെയ്യുന്നത് എന്തിനാ ഈ പേപ്പർ? നീ ഇമെയിൽ അയച്ചില്ലേ? പിന്നെ എന്തിനാ ഈ പേപ്പറൊക്കെ പ്രിന്റ് എടുത്ത് കഴിഞ്ഞാൽ നീ ഇമെയിൽ അയക്കുമ്പോൾ ഈ പേപ്പർ പ്രിന്റ് എടുത്ത് കഴിഞ്ഞാൽ പേപ്പർ വേസ്റ്റല്ലേ? ഈ ഇമെയിൽ അയച്ചില്ലേ, പിന്നെ ഈ പേപ്പർ അത് ഞാൻ ഇപ്പം എന്താ പറഞ്ഞത്? നിനക്കൊന്നും മനസ്സിലായോ? ഈ ഇമെയിൽ അയച്ചിട്ടില്ലേ? ഞാൻ അയച്ചുതരാം, നീ പൊക്കോ. ശരി. So next will be ഷാസ്. ഷാസ് നടന്നു വരുമ്പം ഞാൻ വിളിക്കുവാണ് ഷാസ് ഭായി. അപ്പം പുള്ളിയുടെ എക്സ്പ്രഷൻ നോക്കാം നമുക്ക്. ഷാസ് ഒരു അക്കോമഡേറ്റർ അങ്ങോട്ട് ചാർജ് ചെയ്യാം. അക്കോമഡേറ്റർ ചാർജ് ചെയ്യണം. നിനക്കെപ്പോൾ ചാർജ് ചെയ്യണം? അത് ചാർജ് ചെയ്ത് ചേട്ടാ തന്നു കഴിഞ്ഞാൽ എന്നോവിനാ. എടാ എന്നോവി അല്ല, ഇവിടെ കുറേ പണിയുണ്ട്. എനിക്കിത് മാത്രമല്ല പണി, വേറെ പണിയുണ്ട്. നോക്കട്ടെ. ഇത് റിപ്പോർട്ട് വേണമെന്നല്ലേ പറഞ്ഞത്? റിപ്പോർട്ട് സിത്താരത്ത് വയ്ക്കും. റിപ്പോർട്ട് വയ്ക്കാൻ വേണ്ടി സിത്താരത്ത് പോവാം. സിത്താറെ ആ അക്കോമഡേറ്ററിൻ്റെ റിപ്പോർട്ടിങ് ചെയ്ത് തരണം കേട്ടോ. എൻ്റെ പൊന്നാണ് പുന്നാരാണ്.
ഇവിടെ അടുത്തൊരു റിപ്പോർട്ട് ചെയ്യാൻ പറയണു, ഇവിടെ വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇനി നീ കൂടെ വന്നൊരു റിപ്പോർട്ട് ചെയ്യുന്ന കഴിഞ്ഞാൽ ഞാനിവിടെ എന്ത് ചെയ്യാനാണ് എൻ്റെ പൊന്ന്. ഓക്കെ, സോ അടുത്ത് ഞാൻ വർക്ക്ഷോപ്പിലോട്ട് പോവാണ്. വർക്ക്ഷോപ്പിൽ പോകുമ്പം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക, കൃഷ്ണൻകുട്ടി ചേട്ടൻ, പിന്നെ വേറൊരു ക്യാരക്ടറോടുണ്ട്. ആ സസ്പെൻസ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവും. നോക്ക്, ഞാൻ അവതരിപ്പിക്കാം. ഗ്രീൻ ലൈനിൽ റെഡായിട്ടൊരു സാധനം സിലിണ്ടർ കൊണ്ടുവച്ചേക്കണം. അപ്പം ഞാൻ മമ്മൂട്ടിക്ക് വിളിക്കണം, എന്താണ് പണിയെടുക്കുന്നത്, എന്തൊക്കെയായിരുന്നു ഇതിവിടെ ആരോ വെച്ചത്, എന്ത് ഇത് ആരോ വെച്ചത്? അതിപ്പോൾ ഞാൻ അങ്ങോട്ടല്ലേ ചോദിച്ചത്, ഇപ്പം എൻ്റെ അടുത്തോടെ അയക്കുന്നത് ഉണ്ടാക്കാം. അല്ല, ഈ സാധനം ആരോ വെച്ചത്? അതാ ഇപ്പം ഞാനും അറിയും, ഇതാരും ഈ സാധനം. ജോമനെ വിളിച്ചു, എന്താട്ടാ എടാ ഈ സാറ് ആരെക്കൊണ്ട് വെച്ചത്? ചേട്ടാ ചന്ദ്രു സാറ് പറഞ്ഞു ഇവിടെ വെക്കാം. എന്നെ പോയി ചേട്ടാ, ഞാൻ രാവിലെ ഒന്നോടെ പണി എടുത്തോണ്ടിരിക്കും, ഞാനെന്ത് ചെയ്തു? എടാ ഇതാരോടെ വെച്ചത്? എൻ്റെ പൊന്നു കേട്ടോ, എനിക്കറിയാൻ പാടില്ല. പച്ച സ്ഥലത്ത് ചുവപ്പ് സാധനം വെക്കാൻ പാടില്ല, ചുവപ്പ് സ്ഥലത്ത് പച്ച സാധനം വെക്കാൻ പാടില്ല. ഞാനെന്ത് ചെയ്തു? എന്നിട്ട് വെറുതെ കിട്ടൂടെ? ഓക്കെ, സോ രാവിലെ ഞങ്ങളെല്ലാവരും വരുമ്പോൾ, ബസ്സിൽ വരുമ്പോൾ എൻ്റെ കൊളീഗാണ് നിഹാസ് ഫുഡ് ഓർഡർ ചെയ്യാൻ വരുന്ന സീനാണ്. സോ ഞാനിന്ന് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവൻ ആ ടേബിളിൽ വന്നിട്ട്, അതെ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ടോ? എടാ നീ ലാഗടിപ്പിക്കാതെ കാര്യം പറഞ്ഞോ. ഇഡ്ഡലി വേണോ അതോ പുട്ട് വേണോ എന്ന് ഞാൻ ആലോചിക്കണം. നീ ഏതെങ്കിലും ഒന്ന് പറ, അല്ലേ പിന്നെ ഭൂരിഭാജി പറ. ഓക്കെ, അടുത്ത് നമ്മുടെ ഫറാൻ ഭായ് എൻ്റെ അടുത്ത് റിപ്പോർട്ട് വയ്ക്കാൻ വരുന്നൊരു സീനാണ്. പുള്ളി അവിടുന്ന് നടന്നു വരുന്നതാണ്, ഞാൻ അവിടെ വരെ നടക്കുന്നത്. अनंतु कैसा है? मेरे को एक रिपोर्ट चाहिए आज नहीं तो कल भेजो, तुम बिजी है मेरे को पता है. फरहान भाई वो सैटरडे भेजा, सैटरडे में छुट्टी था, ईमेल नहीं देखा, देखे ये पठाएगा. ओके, അടുത്ത നമ്മുടെ പ്രശാന്തും അലാലയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. സോ പ്രശാന്തിനൊരു കോള് വരുവാണ് കസ്റ്റമറിൽ നിന്ന്. ആ സാർ, സാർ ഈ ഇമെയിൽ അയക്കാം സാർ, സാർ. ആ സാർ, Professor, this is not my job. Still I do it. Can you please elaborate? Sir, I don't understand Hindi. Can you make it in English? Take good, Mahesh. Mahi! So, next will be നമ്മുടെ പീടിയിലുള്ള അനിൽകുമാറുടെ. രാവിലെ പുള്ളി എല്ലായിടത്തും ചെന്ന് ഗുഡ് മോർണിംഗ് പറയും. അപ്പോൾ ഹരിസാറിൻ്റെ അടുത്ത് പോയി ഗുഡ് മോർണിംഗ് പറയുന്നൊരു സീനുണ്ട്. എൻ്റെ ബാക്കി കൂടെയാണ് പുള്ളി പോകുന്നത്. ഹരിയണ്ണ മോർണിംഗ്. സോ അടുത്തത് നമ്മുടെ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പ്രശാന്ത് ചേട്ടനാണ്.
പ്രശാന്ത് ഏട്ടൻ വർക്ക്ഷോപ്പിൽ പോകും, വർക്ക്ഷോപ്പിൽ കൂടെ നടക്കുന്നൊരു സീനാണ്. പുള്ളിയുടെ ചിരിയാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. സോ അടുത്തത് ലാസ്റ്റ് സുബിൻ ചേട്ടനാണ്. സുബിൻ ചേട്ടൻ മമ്മിയാണ്. താങ്ക് യു.